നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും തൊഴിൽ, വിവാഹം, പഠനം, ബിസിനസ്, ധനസ്ഥിതി എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആകാശമണ്ഡലത്തിൽ ഒരു വഞ്ചിയുടെ രൂപത്തിൽ അർദ്ധവൃത്താകൃതിയിൽ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ ഗുരുവാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം, പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നിവ പുണർദം നക്ഷത്രത്തിൻ്റെ വേദനക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രം ഊൺനാളായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉത്തമമാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഏറെക്കുറെ ബുധൻ്റെ സ്വാധീനവും വ്യാഴൻ്റെ സ്വാധീനവും ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇവർ സത്യസന്ധരും ത്യാഗശീലരും പ്രബലന്മാരുമായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളിൽ ധർമ്മനിഷ്ഠത, ആചാരശുദ്ധി എന്നിവ പുലർത്തും. മറ്റുള്ളവരെ ചതിക്കുവാനോ വേദനിപ്പിക്കുവാനോ ഇവർക്ക് സാധിക്കുകയില്ല. പരിശ്രമത്തിലൂടെ തൻ്റെ സഞ്ചാരപഥത്തിൽ പ്രസിദ്ധരായിത്തീരും. വലിയ രീതിയിലുള്ള ആർഭാടം, അലങ്കാരവും ഇവർക്കില്ല. കലാകാരന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ എന്നീ രംഗങ്ങളിൽ ഇവർ നല്ലതുപോലെ തിളങ്ങും. പുണർദം നക്ഷത്രത്തിൽ ജനിക്കുന്ന വ്യക്തി ദൃഢമായ ദൈവവിശ്വാസിയായിരിക്കും. ഓർമ്മശക്തിയുടെയും ബുദ്ധിശക്തിയുടെയും കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിലും ലൗകികതയിലും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ താല്പര്യമുള്ളവരാണ്. എല്ലാ കാര്യങ്ങൾക്കും വളരെ ഗൗരവത്തോടുകൂടി മാത്രമേ ഇക്കൂട്ടർ സമീപിക്കുകയുള്ളൂ. പുണർദം നാളുകാർ പെട്ടെന്ന് സന്തോഷിക്കുകയും അതുപോലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുമായാണ് കണ്ടുവരുന്നത്. ബാല്യത്തിൽ പല ക്ലേശങ്ങളും അനുഭവിക്കുമെങ്കിലും കാലം ചെല്ലും തോറും ഇവർ ഉന്നത രീതിയിൽ എത്തിച്ചേരുന്നതാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക മിഥുനം രാശിയിലും അവസാനത്തെ 15 നാഴിക കർക്കിടകം രാശിയിലുമാണ്. മിഥുനം രാശിക്കാരായ പുണർദം നാളുകാരിൽ അമിതമായ ആഗ്രഹവും സ്വാർത്ഥതയും മുന്നിട്ട് നിൽക്കുന്നവരായി കണ്ടുവരാറുണ്ട്. സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കുവാൻ മടി കാണിക്കാത്തവരാണ് പുണർദം നാളുകാരിൽ അധികവും. ചന്ദ്രൻ്റെ രാശിയും ബുധൻ്റെ രാശിയുമായതുകൊണ്ട് ചഞ്ചലചിത്തരും ക്ഷിപ്രകോപികളുമായിരിക്കും. ഒന്നും ഒളിച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവക്കാരായിരിക്കും. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവരാണ് പുണർദം നക്ഷത്രക്കാർ. എല്ലാ കാര്യങ്ങളും ഓർത്തുവെച്ച് സമയം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്ന സ്വഭാവക്കാരുമാണ്. കർക്കിടകം രാശിക്കാരായ പുണർദം നക്ഷത്രക്കാർ ആകർഷണീയമായ സൗന്ദര്യമുള്ളവരും ലാളിത്യമുള്ളവരുമായിരിക്കും. ഇവർക്ക് സ്ത്രീത്വം മുന്നിട്ട് നിൽക്കുന്നതായി കണ്ടുവരാറുണ്ട്. ഇക്കൂട്ടർ സൗന്ദര്യം ആസ്വദിക്കുന്നവരും കലാപരമായി വളരെ താല്പര്യമുള്ളവരുമാണ്. വെളുത്ത നിറമുള്ള വസ്ത്രങ്ങളോട് ഇഷ്ടമുള്ളവരുമായിരിക്കും. സൗമ്യ സ്വഭാവത്തോടു കൂടിയവരും ആരെയും ഉപദ്രവിക്കാത്തവരും പുണർദം നക്ഷത്രക്കാരിൽ അധികവുമുണ്ട്. ഗുരുഭക്തിയിലും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിലും അതിയായ താല്പര്യമുള്ളവരായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ഉത്കണ്ഠയുള്ളവരായിരിക്കും. അധ്യാപകർ, നിയമജ്ഞർ, സാഹിത്യകാരന്മാർ, പ്രഭാഷകന്മാർ എന്നീ നിലയിൽ വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു. വളരെ ലളിതമായ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരായിരിക്കും പുണർദം നാളിൽ അധികവും. ഏകദേശം ജീവിതത്തിൻ്റെ പകുതിക്ക് ശേഷമേ ഇവർക്ക് സുഖകരവും സന്തോഷപ്രദവുമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികപരമായ നേട്ടത്തേക്കാൾ പൊതുജനങ്ങളുടെ ഇടയിൽ അഭിമാനകരമായ സ്ഥാനം നേടുവാനാണ് കൂടുതൽ പേർക്കും ഭാഗ്യമുള്ളത്. അസംതൃപ്തകരമായ ഒരു വിവാഹ ജീവിതമായിരിക്കും പുണർദം നാളുകാരിൽ അധികം പേർക്കും ഉണ്ടാകുന്നത്. പുനർവിവാഹത്തിനോ ഭാര്യാവിരഹത്തിനോ അല്ലെങ്കിൽ ഭാര്യയുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മനക്ലേശത്തിനോ ഉള്ള സാധ്യത വളരെ കൂടുതലായാണ് കണ്ടുവരുന്നത്. നല്ല രീതിയിലുള്ള ദാമ്പത്തിക ജീവിതം ഇവർക്ക് അനുഭവവിയോഗ്യമായിരിക്കും. വ്യാഴദശയിലാണ് ജനനം. തുടർന്ന് ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം എന്നിങ്ങനെ പോകുന്നു ദശാകാലങ്ങൾ. കർക്കിടകം രാശിയിൽ പിറന്ന സ്ത്രീകൾക്ക് 21 മുതൽ
22 വിവാഹ സമയം. പുരുഷന്മാർക്ക് 27 മുതൽ 29 വരെയാണ് വിവാഹ സമയം. ആയില്യം 3-ാം നാളും പൂരം 5-ാം നാളും അത്തം 7-ാം നാളുമാണ്. ഈ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഉപേക്ഷിക്കേണ്ടതാണ്. പുണർദം ഊൺനാളായതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഭാഗ്യ ദിവസങ്ങൾ ബുധൻ, വ്യാഴം, വെള്ളി. ഭാഗ്യ നമ്പർ 2, 3, 5. ഭാഗ്യരത്നം പുഷ്യരാഗം.